അതെ, വളരെ മനോഹരമായിട്ട് സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ലൈലയുടെയും ഹൈസിൻ്റെയും ആ സ്റ്റോറിയിലൊരു ഭാഗമാണ് ഞാൻ ആ ഷോർട്സ് പറഞ്ഞത്. ലൈലയുടെ വീട് കണ്ടെത്താൻ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് അവളുടെ വളർത്തു നായ ഹൈസ് കാണുന്നത്. അതിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങി ഹൈസ്. പോകുന്ന സമയത്ത് ഒരു സംഘം ആളുകൾ നമസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലൂടെയും അദ്ദേഹം കടന്നുപോയി. തിരിച്ചു വരുന്ന സമയത്ത് ആ സംഘം ഹൈസിനോട് ചോദിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? എന്തേ നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരുന്നത്? ആ സമയത്ത് ഹൈസ് കൊടുത്തൊരു മറുപടി, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ പ്രാർത്ഥിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം ലൈലയായിരുന്നു. ഞാൻ ലൈലയെ തേടിയതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ തേടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും കാണില്ലായിരുന്നു എന്ന്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കലുണ്ട്, നമസ്കരിക്കലുണ്ട്, അമ്പലത്തിൽ പോകലുണ്ട്, ചർച്ചിൽ പോകലുണ്ട്, എല്ലാം ചെയ്യലുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ചർച്ചിൽ, അമ്പലത്തിൽ, പള്ളിയിൽ നിന്ന് നമസ്കരിക്കുക, പ്രാർത്ഥിക്കുന്നത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം മാത്രമേ അവിടെ ഉണ്ടാവും. നമ്മുടെ മനസ്സ് മൊത്തം അന്നത്തെ ഒരു പ്രധാന സംഭവത്തിൻ്റെ പിന്നിലായിരിക്കും. ചിലപ്പോൾ ഒരു സിനിമ, നമ്മൾ അന്ന് കണ്ടൊരു ന്യൂസ്, ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കാര്യം, നമ്മുടെ വീട്ടുകാരെ കാര്യം, കൂട്ടുകാരെ കാര്യം, ഇങ്ങനെ പലതും ആയിരിക്കും നമ്മുടെ മനസ്സിൽ. എന്തിനേറെ നമ്മൾ രാത്രി എന്ത് ഭക്ഷണം ഉണ്ടാക്കും, രാവിലെ എഴുന്നേറ്റിൽ എന്ത് കറി വെക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു പ്രധാന സമയമാണ് നമ്മൾ ആരാധിക്കുന്ന ആ ഒരു സമയം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഡയറക്റ്റ് സംസാരമാണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരാളെ ആവശ്യമൊന്നുമില്ല. നമ്മെ പഠിച്ച് ജീവിപ്പിക്കുന്ന ആ ദൈവത്തോട് നമ്മുടെ വിഷമങ്ങൾ പറയാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമുക്ക് ചെയ്തു തന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സവിടെ ഇല്ലാതെ, ഹൃദയം അവിടെ ഇല്ലാതെ, ശരീരം മാത്രം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല, ഉറപ്പാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കുന്നത്. എന്നെ പോലെ തന്നെയാണോ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത അതേ സ്ഥാനത്ത്, അതേ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് അതങ്ങനെ കേന്ദ്രീകരിച്ച് നമുക്ക് പ്രാർത്ഥന, ആ സമയം ഒരു ചുരുങ്ങിയ സമയമാണ്, ലൈഫിൻ്റെ ചെറിയൊരു സമയം, ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 10 മിനിറ്റ് സമയമാണ്. നമുക്ക് ഏകാഗ്രത കൈവരിച്ച് ദൈവത്തോട് മാത്രമായി നമ്മുടെ കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ദൈവം തന്നിരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ.